പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവർ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതിനെ പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് തന്നെയാണ്. യേശു സ്വർഗത്തിലോട്ട് പോയി കഴിഞ്ഞ് യേശു ഈ ലോകത്തിലോട്ട് വരികയും നല്ല ആത്മാക്കളെ കൊണ്ടുപോകുവാനായിട്ട് യേശുവിൻ്റെ രണ്ടാം വരവിനായിട്ട് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങിയിരിക്കണമെന്ന് തന്നെ. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം പീഡനങ്ങളെല്ലാം സന്തോഷമായി മാറുമെന്ന് യേശു പറയുന്നു. കാരണം പീഡനങ്ങൾ സഹിക്കുന്നവർ, യേശുവിനെ പ്രതി സാക്ഷികളാകുന്നവർ, അവർക്ക് പീഡനങ്ങൾ ഉണ്ടാകുമെന്നും യേശുവിനറിയാം. അവരെ കൊണ്ടുപോകുവാനായിട്ടാണ് രണ്ടാം വരവിലായിട്ട് യേശു വരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. യേശുവിന് വേണ്ടി നമ്മൾ സഹിക്കുന്നതിൽ പതറാതെ തളരാതെ യേശുവിനോടുള്ള വിശ്വാസം അന്ത്യം വരെയും നമുക്ക് കാത്തു സൂക്ഷിക്കാം. അങ്ങനെ അനേകം ആത്മാക്കളെ കൂടി സ്വർഗത്തിന് വേണ്ടി നേടിയെടുക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.